മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. മലബാർ മിൽമ മലപ്പുറം ജില്ലയിലെ മൂർക്കനാട് നിർമ്മിച്ച മിൽക്ക് പൗഡർ പ്ലാന്റും മലപ്പുറം ഡയറിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. പാലുൽപാദനത്തിൽ കേരളത്തെ സ്വയം പര്യാപ്തമാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ക്ഷീരവികസന വകുപ്പും സംസ്ഥാന സർക്കാരും നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും വലിയ ഡയറി പ്രോജക്റ്റായ മലപ്പുറം ഡയറിയുടെയും മിൽക്ക് പൗഡർ ഫാക്ടറിയുടെയും നിർമ്മാണം നേരത്തെ വ്യക്തമാക്കിയ പലവിധ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നെങ്കിലും പൂർത്തിയാക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവെക്കാം. മിൽമയുടെ മലബാർ മേഖല യൂണിയനിൽ നേരത്തെ ഇവിടെ പ്രസ്താവിച്ചതുപോലെ ഡയറി ഇല്ലാത്ത ഒരു ജില്ലയായിരുന്നു മലപ്പുറം. അതിനിതോടെ മാറ്റമുണ്ടാകുന്നു. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ആധുനികമായ മിൽക്ക് പൗഡർ ഫാക്ടറി പ്രവർത്തനം ആരംഭിക്കുകയുമാണ് ഇവിടെ. ഇത് പ്രതിദിനം 10 മെട്രിക് ടൺ പാൽപ്പൊടി നിർമ്മിക്കാൻ ഈ ഫാക്ടറിക്ക് ശേഷിയുണ്ടാകും. അപ്പോൾ ക്ഷീര കർഷകരുടെ നന്മയ്ക്ക് ഉതകുന്ന ഒന്നായാണ് ഇത് മാറുന്നത്. കോവിഡും പ്രകൃതി ദുരന്തങ്ങളും വിചാരിച്ച രീതിയിൽ മുന്നോട്ടു പോകുന്നതിന് തടസ്സമായിട്ടുണ്ട്. എങ്കിലും ഈ ലക്ഷ്യം സാധിക്കുന്നതിന് വിവിധങ്ങളായ പദ്ധതികൾ നടപ്പാക്കി വരികയാണ്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം ക്ഷീരമേഖലയിൽ വർദ്ധിപ്പിക്കണം. ന്യൂട്രീഷൻ ഫുഡ് പ്രൊഡക്റ്റുകൾക്ക് വലിയ പ്രാധാന്യം ലഭിക്കുന്ന കാലമാണിത്. ഇത്തരം മേഖലയിലേക്ക് കൂടി മിൽമയുൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ ശ്രദ്ധ തിരിയണം. ശക്തമായ മാർക്കറ്റിംഗ് ശൃംഖലയും ഈ മേഖലയിൽ കെട്ടിപ്പടുക്കണം. ഇതൊക്കെ നടപ്പായാൽ ക്ഷീരമേഖലയിൽ മാത്രമല്ല നമ്മുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഒന്നാകെ വലിയ മുന്നേറ്റമുണ്ടാക്കാനാകും. കാലാവസ്ഥാ വ്യതിയാനം പാൽ സംഭരണത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇതിന് പരിഹാരമായി സംസ്ഥാനത്തെ ചില്ലിംഗ് പ്ലാന്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചടങ്ങിൽ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി അധ്യക്ഷത വഹിച്ചു. മിൽമ ഡയറി വെറ്റനറിന്റെ വിപണനോദ്ഘാടനം ET മുഹമ്മദ് ബഷീർ MP നിർവഹിച്ചു. പാൽപ്പൊടി നിർമ്മാണ ഫാക്ടറി, മലപ്പുറം ഡയറി എന്നീ പദ്ധതികളുടെ തുടക്കകാലത്ത് ക്ഷീരവികസന വകുപ്പ് മന്ത്രിയായിരുന്ന K രാജുവിനെ മുഖ്യമന്ത്രിയും അന്നത്തെ മിൽമ ചെയർമാനായിരുന്ന PT ഗോപാലക്കുറുപ്പിനെ മന്ത്രി ജെ ചിഞ്ചുറാണിയും പൊന്നാട അണിയിച്ച് ആദരിച്ചു. ക്ഷീരകർഷകരുടെ മക്കൾക്കുള്ള ലാപ്ടോപ്പ് വിതരണം ET മുഹമ്മദ് ബഷീർ MPയും മലബാറിലെ മികച്ച യുവ കർഷകനുള്ള അവാർഡ് വിതരണം മഞ്ഞളംകുഴി അലി MLAയും ക്ഷീര കർഷകയ്ക്കുള്ള അവാർഡ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖയും നിർവഹിച്ചു. ക്ഷീരകർഷകരുടെ മക്കൾക്കുള്ള വെറ്റിനറി ആൻഡ് ഡയറി സയൻസ് പഠന സ്കോളർഷിപ്പ് വിതരണം ജില്ലാ കളക്ടർ VR വിനോദും ISO സംഘം ജീവനക്കാർക്കുള്ള വാർഷിക ഗ്രാന്റ് വിതരണം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടവും മലബാറിലെ 6 ഡയറികൾക്കുള്ള ISO സർട്ടിഫിക്കറ്റ് കൈമാറൽ ക്ഷീരകർഷക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ VP ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. AP സഹാബ്, KV ജുവൈരിയ, P അബ്ദുൽ മുനീർ, P ഷറഫുദ്ദീൻ, റഹ്മത്തുന്നീസ, P കാസിം, ഷാഹിന PK, KG പങ്കജാഷൻ, ദിനേശ് പെരുമണ്ണ, A ബാബു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, കോട്ടയ്ക്കൽ. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പരപ്പൂർ റോഡ്, കോട്ടയ്ക്കൽ. ഫോൺ 9946 999976.